ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നാളത്തെ നമ്മുടെ പ്രൊമോയുടെ ഒക്കെ ചില വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകില്ല കേട്ടോ. അതിനോടൊപ്പം തന്നെ സ്റ്റാർ ബട്ടണും കൂടെ ഹൈപ്പും കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്നും കമൻറ്റൊന്നും ഇടാറില്ല. എനിക്ക് ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടാൽ തന്നെയും ഒരു കമൻറ്റ്, ചിലപ്പോൾ 2 കമൻറ്റ് അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് പറയൂ, എന്നാലല്ലേ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഗംഗാധരൻ സൗദാമിനി അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദാമിനി അമ്മയുടെ അഭിപ്രായത്തിൽ, എടാ എത്രയായാലും ഒരു വേലക്കാരിയായി വന്ന കുട്ടിയാണല്ലോ, നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ നോക്കണ്ടേടാ, മനുവായിട്ടുള്ളൊരു ബന്ധം എന്നൊക്കെ പറഞ്ഞ് സൗദാമിനി അമ്മയ്ക്ക് അത്ര ഒരു ഇഷ്ടമല്ല. അലീനയുടെയും മനുവിൻ്റെയും ആ വിവാഹ ബന്ധത്തിന് അത്ര താല്പര്യമില്ലെന്ന്. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, ഞാൻ പറയുകയാണെങ്കിൽ അലീനയെ സംബന്ധിച്ച് മനുവിന് ഏറ്റവും നല്ലൊരു പെൺകുട്ടിയായിരിക്കും. കാരണം സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ഒരു കഴിവും ഉള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ അമ്മ കുറവുകൾ പറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തും ഇല്ലേ അമ്മ കുറവുകൾ? പണ്ട് നമ്മുടെ വൈജയ്ക്കുണ്ടായ കുറവുകളൊന്നും ഒരു കുറവല്ലേ അമ്മേ? അപ്പോൾ പിന്നെ എന്തിനാണ് അമ്മ അത് പറയണേന്ന് ചോദിച്ചു. അതല്ലടാ മോനെ എന്ന് സൗദാമിനി അമ്മ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എടാ എത്രയാണെന്ന് പറഞ്ഞാലും ബാലചന്ദ്രൻ്റെ മോളല്ലേ അവൾ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ ഇതൊക്കെ അറിഞ്ഞും വരുമ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് കുറവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ കുറവുകളെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ ചെയ്ത തെറ്റെന്താണ് എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയണം. അപ്പോൾ ഗംഗാധരൻ ഞാൻ എന്തായാലും ഈ ഒരു ബന്ധത്തിന് മനുവിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പം സൗദാമിനി അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത്ര ഇഷ്ടമാണ്. അപ്പം ചിലപ്പോൾ ഇനിയിപ്പോൾ ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഗംഗാധരൻ പറഞ്ഞു, എന്തായാലും ശിവൻ ഇതിനെതിര് പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. ശിവൻ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ മനുവിൻ്റെ അലീനയുടെ ഈ ബന്ധത്തിന്. അപ്പോൾ നമ്മുടെ സൗദാമിനി അമ്മ പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ വീട് തകിടം മറിച്ച് വെക്കും നമ്മുടെ കമല. അതിപ്പൊന്നും എനിക്കറിയില്ല അമ്മേ, കമല എതിർത്താലും ഇല്ലെങ്കിലും മനു ഈ ബന്ധത്തിന് മുൻകൈ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബന്ധം നടക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ ഗംഗാധരൻ പറയുകയാണ്. കാരണം കമല വിഷയം ഉണ്ടാക്കണോ അല്ലെങ്കിൽ കമലയുടെ ഇഷ്ടമൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അതിന് സപ്പോർട്ട് ചെയ്യുമെന്നും ഗംഗാധരൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ശരി അമ്മ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സൗദാമിനി അമ്മയുടെ മനസ്സിൽ പല ചിന്തകളും വരുന്നു. ഇത്രയേറെ സപ്പോർട്ട് അലീനയ്ക്കുണ്ടല്ലോ, നമ്മളെ കുടുംബത്തിനും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിനും ഒക്കെ പറ്റിയതാണോ? സൗദാമിനി അമ്മയ്ക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ലല്ലോ. കാരണം സൗദാമിനി അമ്മ ഏതോ ഒരുത്തിക്കുണ്ടായ ഒരു കുട്ടി, ബാലചന്ദ്രൻ്റെ മകളാണ് ശരി, പക്ഷേ എവിടെയോ പിഴച്ചുണ്ടായ കുട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവരുടെയൊക്കെ ഉള്ളിൽ. ആ ഒരു കുറവാണ് സൗദാമിനി അമ്മ അലീനയിൽ കാണുന്നത്. അല്ലാണ്ട് അലീനയിൽ വേറെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉള്ളൊരു അടക്കോ ഒതുക്കോ ഉള്ളൊരു പെൺകുട്ടി തന്നെയാണ് എന്നുള്ളതൊക്കെ സൗദാമിനി അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ആ ചിന്തകളുമായിട്ട് സൗദാമിനി അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം ഗംഗാധരൻ നേരെ പോണത് നമ്മുടെ മനുശങ്കറിൻ്റെ അടുത്താണ്. മനുശങ്കറിൻ്റെ റൂമിലോട്ട് ചെന്നിട്ട് മനുവിൻ്റെ അടുത്ത് പറയും, എടാ നമുക്കൊന്ന് നെടുമ്പുരയ്ക്കൽ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ മനു ചോദിച്ചു, അങ്ങോട്ട് പോകണോ അങ്കളെന്ന് ചോദിച്ചു. പോയിട്ട് വരാടാ, നമുക്ക് ഒന്ന് നമ്മുടെ പിന്നെ വൈജയെ ഒന്ന് കാണാം, പിന്നെ അലീനയോട് ഈ കാര്യം ഒന്ന് അവതരിപ്പിച്ച് നോക്കാം, അത് വേണോ അങ്കിളെന്നും നമ്മുടെ മനു ചോദിക്കും. കാരണം രോഹിത്തിന് വേണ്ടിയിട്ട് ശരണ്യയുടെ അടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് വലിയ സ്കോപ്പൊന്നും തോന്നുന്നില്ല. പിന്നെ അങ്കിളിന് ഉറപ്പുണ്ടെങ്കിൽ അങ്കിൾ സംസാരിച്ച് നോക്കുക. കാരണം അലീനയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം അവൾ ഒരിക്കലും ഇതിന് സപ്പോർട്ട് ചെയ്ത് തരത്തില്ല എന്ന കാര്യം ഉറപ്പാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ മനുവും നമ്മുടെ ഗംഗാധരനും കൂടെ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അലീനയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അലീന ഡോറൊക്കെ തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അലീനെ കണ്ടതും വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഗംഗാധരൻ നമ്മുടെ വൈജയന്തിയുടെ അടുക്കലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തി ഡോറ് ചെന്ന് മുട്ടുക. വൈജയന്തി ഡോറ് തുറക്കുമ്പോൾ ഗംഗേട്ടനാണോ എന്ന് ചോദിക്കാം. ഗംഗേട്ടനാണോ, എപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കിവിടെ പരമാനന്ദ സുഖമാണല്ലോ, എൻ്റെ ആങ്ങളമാരെന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയിട്ട് പരമാനന്ദ സുഖം എന്ന് പറഞ്ഞു. അതെന്താ
വൈജയ് നീ അങ്ങനെ പറയണേ? നിൻ്റെ മക്കളൊക്കെ ഇവിടെ ഇല്ലേ? അലീനയുണ്ട്, നിൻ്റെ മക്കളുണ്ട്, പിന്നെന്താണ്? അയ്യോ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അലീന പുണ്യാളത്തി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മടുത്തു പോവാണ്. അവളെ നടുവിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് നിങ്ങൾ രണ്ടുപേരും പോയത്. എനിക്ക് എൻ്റെ മക്കൾ പോലും ഇപ്പോൾ അവളുടെ പരിധിയിലാണ്. അവൾ പറയുന്നതിൻ്റെ അപ്പുറം ഇപ്പോൾ ബബിതയ്ക്കോ കൃഷ്ണയ്ക്കോ രോഹിത്തിനോ ഇല്ല. അങ്ങനെയായി അവസ്ഥ. അത് ആര് കാരണം വന്നതാ എന്ന് ഗംഗാധരൻ ചോദിച്ചു. ആര് കാരണം വന്നാലും ഗംഗേട്ടാ, എനിക്കറിയാം ഞാനിപ്പോൾ ആരും ഇല്ലാത്തവളാ, ഒറ്റപ്പെട്ടു. നിങ്ങൾ പോലും എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും എന്നോടൊരു ദയാദാക്ഷിണ്യം ഇല്ലാത്തവരായി മാറി. ഇതെന്ത് മറിമായോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കോ, ഈ വൈജയന്തി ഒരാളുടെ മുന്നിലും അടിയറ വയ്ക്കില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്തോന്നിങ്ങനെ വൈജയന്തി ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എൻ്റെ വൈജയ്, ഞാൻ ഒരു കാര്യം നിന്നോട് പ്രത്യേകം പറയാം. ഇവിടെ നിൻ്റെ വാശിയും അല്ലെങ്കിൽ നിൻ്റെ വൈരാഗ്യമൊന്നും ഇവിടെ വിജയിക്കില്ല. നമ്മൾ എത്രത്തോളം ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നീ ഒന്ന് ആലോചിച്ച്, നിൻ്റെ മക്കൾ പോലും അലീന പറയുന്നതിനപ്പുറം ഇല്ലയെന്ന് നീ തന്നെ പറഞ്ഞു. നീ ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോൾ എന്തുകൊണ്ടാണ്? അവൾ അത്രയും നന്മയും സ്നേഹവും ഉള്ളത് കൊണ്ടല്ലേ ആ കുട്ടികൾ അവളെ രീതിക്ക് വരുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം പോട്ടെ, നീ രോഹിത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് എപ്പോഴും കയറി പോകാൻ പറ്റുമോ ഗംഗേട്ടാ? 1-2 പ്രാവശ്യമൊക്കെ പോയി. അതാണ് നിന്നിലുള്ള കുറവുകൾ. എടി എത്രയായാലും നിൻ്റെ മകനല്ലേ, നീ ഒന്ന് അവൻ്റെ അടുത്ത് പോയി അവൻ്റെ ആ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവണ്ടേ? ഒരു അമ്മയുടെ സാമീപ്യം. എനിക്ക് എപ്പോഴും കയറി പോകാൻ പറ്റുമോ ഗംഗേട്ടാന്ന് പറഞ്ഞ് വൈജ പറയുന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് മറുപടി ഒന്നുമില്ല. കാരണം ഒരമ്മ എന്ന രീതിയിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളും കർത്തവ്യങ്ങളൊക്കെ ഉണ്ട് വൈജയ്. നീ അതൊന്നും ചെയ്യുന്നില്ല. നിനക്ക് ക്ഷമയെന്ന് പറയണത് നിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്. നിന്നോട് എത്ര ഉപദേശിച്ചാലും അതെ എനിക്ക് ക്ലാസ് തരാനോ എനിക്ക് ഉപദേശിക്കാനോ ആയിട്ടാണോ ഗംഗേട്ട ഇങ്ങോട്ട് വന്നിക്കണേ? എനിക്കല്ലെങ്കിൽ തന്നെ മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിയണില്ല. അത് നീ സ്വയം വരുത്തി വെച്ചല്ലേ. ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും എനിക്കൊരു മനുഷ്യർ തന്നില്ല. അതൊക്കെ നീ സ്വയം വരുത്തി വെച്ചല്ലേ വൈജയന്തി എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വൈജയന്തി വിട്ടുകൊടുക്കില്ല. എല്ലാം ഉരുളയ്ക്ക് ഉപ്പേരി എന്ന മട്ടിൽ ഗംഗാധരനോട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ബാലചന്ദ്രനെ നീ പറയുന്നുണ്ട്. എന്നിട്ട് വൈജയ് പറയുന്നുണ്ട് ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായിട്ട് എൻ്റെ കൂടപ്പിറപ്പുകളാണ്. ഒരു വാക്ക് ആ ബാലചന്ദ്രനെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? ഇതുപോലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നടക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അതിന് ബാലചന്ദ്രൻ ചെയ്ത തെറ്റെന്താണ്? ബാലചന്ദ്രനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏറ്റവും വലിയ പുണ്യാളനാണ്. എനിക്കൊന്നും പറയാനില്ല ഗംഗേട്ട, എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കുക. ക്ഷമ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ്. നിൻ്റെ ഇല്ലാത്തതും ക്ഷമയാണ്. ക്ഷമയില്ല നിനക്ക്. പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്താപന്യവും നിനക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞത് രോഹിത്തിൻ്റെ കാര്യമാണ്. കാരണം ഇപ്പോൾ കണ്ടില്ലേ എന്നിട്ട് വൈജയ് ചോദിച്ചു ഗംഗേട്ടൻ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് വൈജയുടെ അടുത്ത് ഗംഗാധരൻ പറയണം. രോഹിത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനവും ആയില്ല. ഇപ്പോൾ ബാക്കി 2 പേർക്ക് ജാമ്യം കിട്ടും, രോഹിത്തിന് കിട്ടില്ല. അപ്പോൾ വൈജയ് ചോദിക്കും അതെന്താ ഗംഗേട്ടാ രോഹിത്തിന് കിട്ടാത്ത? അവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ പറയും ഇവൻ പോക്സോ കേസിൽ പെട്ടൊക്കെയാണ്. കാരണം 2 കൊല്ലം മുന്നേ ഈ കുട്ടിയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് അതിലെഴുതി ചേർത്തേക്കണം. അങ്ങനെ വരുമ്പോൾ ജാമ്യം കിട്ടാൻ വകുപ്പില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ മോനെ കൊണ്ടുപോയി ഈ ഒരു നാണക്കേടിൽ എൻ്റെ കുടുംബം മുഴുവൻ ആക്കിയത് അവൻ ഒറ്റൊരുത്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു അതെ, ഇനിയിപ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കേണ്ട, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഗംഗാധരൻ പറഞ്ഞു ഞാൻ എന്തായാലും രോഹിത്തിനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ഗംഗാധരൻ നേരെ രോഹിത്തിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രോഹിത്ത് ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ രോഹിത്തേന്ന് വിളിക്കുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ എഴുന്നേറ്റ് അങ്കിളേ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിരിക്കുക. അപ്പോൾ ഗംഗാധരൻ നോക്കുമ്പോൾ പഴയതിനെക്കാട്ടിലും അവൻ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ചോദിക്കുന്നതിനെല്ലാം മറുപടിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗംഗാധരൻ പറഞ്ഞു മോനെ നീ ഇങ്ങനെ തന്നെ ഈ റൂമിൽ ചടഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കോളേജിൽ പോക്കൂടെ എന്ന് ചോദിച്ചു. ഇല്ല അങ്കിളെ, ഞാൻ ഇക്കൊല്ലം എന്തായാലും പോകണില്ല. അതെന്തിനാടാ 1 കൊല്ലം വെറുതെ കളയണം? നീ തെറ്റുകാരനല്ല എന്ന് കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നീ മറ്റുള്ളവരെ ഭയക്കണത്? മറ്റുള്ളവരുടെ മുമ്പിൽ നീ തല കുനിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും രോഹിത്ത് കോളേജിൽ പോണതിനെക്കുറിച്ച് എന്തായാലും ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. രോഹിത്ത് അതിനെക്കുറിച്ച് ഒട്ടും പറയുമ്പോൾ തന്നെ അത് വേണ്ട എന്നുള്ളൊരു മട്ടിലാണ് രോഹിത്തിൻ്റെ ഒരു ഇത്. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ നല്ല രീതിയിൽ ഇനിയാണെങ്കിലും ഒരു ചീത്ത കൂട്ടുകെട്ടിലോ ഒന്നും പെടാണ്ട് മോനെ, ഈ കുടുംബത്തിൻ്റെ ഒരേ ഒരു ആൺതരിയാണ്
ഇപ്പം ഹരിയുടെ അവസ്ഥ തന്നെ കണ്ടല്ലോ. ഹരിക്ക് പോക്സോ കേസായിട്ടാണ്, ഇനി ജാമ്യം പോലും കിട്ടില്ല, മറ്റുള്ളവർ രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നീ എല്ലാം നോക്കി നിൻ്റേതായ ശരി എന്ന് തോന്നുന്ന നല്ല സ്വഭാവത്തോടു കൂടി നീ വളരാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം അവൻ നല്ല രീതിയിൽ തന്നെ മറുപടിയും അദ്ദേഹങ്ങൾ ശരിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് രോഹിത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഗംഗാധരൻ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ കുറച്ച് നേരം ബാലേന്ദ്രനുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ നേരെ അപ്പോഴേക്കും അലീനയും മനുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഗംഗാധരൻ വരുന്നതിന് മുന്നേ തന്നെ, മേളിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ അലീനയും മനുവും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ മനുവിൻ്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ട രോഹിത്തിനെ ജയിലിൽ പോയി കണ്ടിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞു മറ്റ് രണ്ടുപേർക്ക് ജാമ്യം കിട്ടും, എന്തായാലും രോഹിത്തിന് ജാമ്യം കിട്ടില്ല അലീന എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചോദിക്കും അതെയോ എന്ന് വെച്ചാൽ, അതായത് അവൻ്റെ പേരിൽ 2 കൊല്ലം മുന്നേ തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പോക്സോ കേസ് വന്നേക്കുക. പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ആ കുട്ടിയെ ശാരീരിക പീഡനം ചെയ്തു എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് പിന്നെ ഹരിക്ക് ഒരിക്കലും ഇങ്ങനെ ഇത് കിട്ടില്ല ജാമ്യം കിട്ടില്ല എന്നുള്ളത് മനു പറയുകയാണ്. അപ്പോൾ ഇനി അഥവാ അതല്ല എന്നുണ്ടെങ്കിൽ ശരണ്യ പറയണം അങ്ങനെ 2 കൊല്ലം മുന്നേ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതിയിൽ ഒരു പക്ഷേ ഹരിക്ക് ജാമ്യം കിട്ടും എന്നുള്ളത് ഇങ്ങനെ മനു പറഞ്ഞു. പക്ഷേ അതിനൊന്നും അലീന വലിയ റെസ്പോണ്ട് കൊടുത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഹരിയെ അലീനയ്ക്ക് അത്ര ഒട്ടും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്യാരക്ടറല്ല. കാരണം എന്ന് വെച്ചാൽ അലീനയുടെ ജീവിതത്തിൽ അവൻ ചെയ്ത ആ ഒരു മുറിവ് ഒരിക്കലും പറ്റുന്ന, പിന്നെ ശരണ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അത്രത്തോളം പിച്ച് ചീന്തി ആ ഒരു രീതിയിൽ എത്തിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അലീനയ്ക്ക് ഒരു അലിവും ഹരിയോട് തോന്നത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗംഗാധരൻ താഴോട്ട് വരികയും ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ അലീന എല്ലാവർക്കും ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഗംഗാധരൻ അലീനയായിട്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം ഈ ഒരു കാര്യം എന്നുള്ളത് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരെയാണ്. അങ്ങനെ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് തന്നെ, കാരണം ഗംഗാധരന് ഒരു ഇതുണ്ടായിരുന്നു, കാര്യം എന്തായിരിക്കും താനിത് ഈ ഹരിയുടെ മാറ്റർ പറയുമ്പോൾ അലീനയ്ക്ക് എന്തായിരിക്കും അലീന റെസ്പോണ്ട് ചെയ്യുന്നത്, അലീനയ്ക്ക് എന്തെങ്കിലും തോന്നുമോ എന്നൊക്കെയുള്ള പല ടെൻഷൻ ഗംഗാധരനുണ്ടായിരുന്നു. എങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെ ഗംഗാധരൻ അലീനയോട് ഈ മാറ്റർ സംസാരിക്കുകയാണ്. അപ്പോൾ മോളെ ആ കുട്ടി കോടതിയിൽ, അതായത് ശരണ്യ കോടതിയിൽ എന്നെ 2 കൊല്ലം മുന്നേ അങ്ങനെ ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അവന് ജാമ്യത്തിന് സാധ്യത ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ മോള് ആ കുട്ടിയോടൊന്ന് സംസാരിക്കാവോ എന്ന് നമ്മുടെ ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അലീന പറഞ്ഞു എന്നോടൊന്നും തോന്നരുത് അങ്കിളെ, ഞാൻ ഒരിക്കലും ശരണ്യയോട് അങ്ങനെയുള്ളൊരു കേസ് ഇവിടെ രോഹിത്തിന് വേണ്ടി പോലും ഞാനൊരു വാക്ക് ശരണ്യയോട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു മോളെ അതുകൊണ്ടല്ല, അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടുക തന്നെ വേണം. അപ്പോൾ അലീന പറഞ്ഞു അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അങ്കിളെ, അതിനൊരു മാറ്റമില്ല. കാരണം ഒരു പെൺകുട്ടിയെ പുറകെ നടന്ന് സ്നേഹിച്ച് ആ പെൺകുട്ടിയെ അവൻ മാത്രമല്ല ശാരീരിക പീഡനം കൊടുത്ത സ്വന്തം കൂട്ടുകാർക്ക് കൂടെയാണ് അവൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തവനാണ്. അവനോട് ഒരു അനുകമ്പയും തോന്നേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. അപ്പോൾ ഗംഗാധരൻ പറയും മോളെ എത്രയായാലും അവനും നമ്മളെ കുടുംബത്തിലൊരു കുട്ടിയല്ല, അവന് തെറ്റ് പറ്റിപ്പോയി, ക്രൂരമായ തെറ്റാണ്, ക്ഷമിക്കാൻ പറ്റാത്തത്രയും വലിയ തെറ്റ് തന്നെയാണ് അവൻ ചെയ്തത്. പക്ഷേ ശിക്ഷയുടെ ഇളവിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമല്ലോ. ഈ പോക്സോ കേസിൽ നിന്ന് അവനെ ഒഴിവാക്കുകയാണെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവൻ നിരപരാധിയെന്നല്ല അങ്കിള് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു ഞാൻ എങ്ങനെ അങ്കിളെ അങ്ങനെ ശരണ്യയുടെ മോള് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മോളൊന്ന് റെക്കമെൻഡ് ചെയ്യാവോ അല്ലെങ്കിൽ ആ കുട്ടിയോട് ഇത് സത്യമാണോ എന്നുള്ളത് ഒന്ന് ചോദിക്കാവോ എന്നൊക്കെ ഗംഗാധരൻ പറയുന്ന സീനൊക്കെയാണ്. അപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നാളെ വരുന്ന മഴതോറും മുമ്പേ സീരിയലിൽ കാണിക്കുന്ന പ്രൊമോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.